Difference between capital expenditure and revenue expenditure. First difference is capital expenditure to acquire a fixed asset or in connection with the installation of fixed asset is capital expenditure. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ ചിലവാകുന്ന എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ആ ഫിക്സഡ് അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു പർച്ചേസ് ഗുഡ്സ് ഫോർ റീസെയിൽ അലോങ് വിത്ത് അതർ റെലവൻറ്റ് എക്സ്പെൻസസ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. വിൽക്കാൻ വേണ്ടി നമ്മളൊരു ഗുഡ്സ് വാങ്ങാൻ വേണ്ടി ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള എക്സ്പെൻസസിനെയുമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിഫറൻസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡിസ്ചാർജ് എ ക്യാപിറ്റൽ ലയബിലിറ്റി ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എ പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡിസ്ചാർജ് എ റവന്യൂ ലയബിലിറ്റി ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന പേയ്മെൻ്റ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. മൂന്നാമത്തെ ഡിഫറൻസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു അക്വയർ എ സോഴ്സ് ഓഫ് ഇൻകം. ഒരു ഇൻകത്തിൻ്റെ സോഴ്സ് തന്നെ വാങ്ങാൻ വേണ്ടി ചിലവാകുന്ന എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അതായത് ഇപ്പം നമുക്കൊരു ജോലിക്ക് നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഡൊണേഷനൊക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുകയാണ് അല്ലേ. അപ്പം അതിനു വേണ്ടി ചിലവാകുന്ന എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഏൺ ആൻ ഇൻകം. ഒരു ഇൻകം നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടി ചിലവാകുന്ന എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാകുന്ന എക്സ്പെൻഡിച്ചർ. അതായത് ഇപ്പം ബിസിനസ് പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പെൻസസും കാര്യങ്ങളും ഉണ്ടാകും. അതൊക്കെയാണ് ഇൻകം ഏൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വരിക റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് നാലാമത്തത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു കീപ്പ് ആൻ അസറ്റ് ഇൻ റണ്ണിങ് കണ്ടീഷൻ. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ ആ ഒരു വർക്കിംഗ് ഓർഡറിൽ അല്ലെങ്കിൽ ആ റണ്ണിങ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ കീപ്പ് ചെയ്യാനും ചിലവാകുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ. ഫിക്സഡ് അസറ്റ് ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാനാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആ ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ വർക്കിംഗ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയാം. ഫിഫ്ത്ത് ഡിഫറൻസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ബ്രിങ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ആൻ എൻഡറിങ് നേച്ചർ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവാക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു അഡ്വാൻറ്റേജ് ഓഫ് എൻഡറിങ് നേച്ചർ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും. അതായത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ബെനഫിറ്റ് ഒന്നും കിട്ടുകയില്ല. ബെനഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകൾ എടുക്കും, ലോങ് പീരീഡ് എടുക്കും. ആ ഒരു ലോങ് പീരീഡിന് ശേഷമായിരിക്കാം ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് കിട്ടുക. അതാണ് ഈ അഡ്വാൻറ്റേജ് ഓഫ് എൻഡറിങ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പം അത് കൊണ്ടുവരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ വിച്ച് ഡസ് നോട്ട് ബ്രിങ് ഇൻ ടു എക്സിസ്റ്റൻസ് എനി അഡ്വാൻറ്റേജ് ഓഫ് എൻഡറിങ് നേച്ചർ. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഇല്ല. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കറൻറ്റ് പീരീഡിൽ തന്നെ അതിൽ നിന്ന് ബെനഫിറ്റ് കിട്ടും. ഒരിക്കലും ലോങ് പീരീഡിന് ശേഷമായിരിക്കില്ല അതിൽ നിന്ന് എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടുക. സോ അതൊരു ആ ഒരു അഡ്വാൻറ്റേജ് റവന്യൂ എക്സ്പെൻഡിച്ചറിലില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ മാത്രമാണ് ഉള്ളത്. ദെൻ സിക്സ്ത് വൺ ആറാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇഫ് എക്സ്പെൻസസ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഫോർ ദ പെയർ ഇറ്റ് വിൽ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ റവന്യൂ റെസീറ്റ് ഫോർ ദ റിസീവർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച് ആരാണോ അത് അടക്കുന്നത്
അയാളാണ് നമ്മൾ പെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടക്കുന്ന ആളാണ്. അപ്പോൾ ആ അടക്കുന്ന ആളെ സംബന്ധിച്ച് അതൊരു ക്യാപിറ്റൽ നേച്ചറുള്ള ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. സെയിം ടൈം ചിലപ്പം അത് റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് റവന്യൂ റെസീറ്റ് ആയിരിക്കാം. ഓക്കെ, റിസീവ് ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ച് അത് റവന്യൂ റെസീറ്റ് ആവാം, പക്ഷേ അടക്കുന്ന ഒരാൾക്ക് അത് ക്യാപിറ്റൽ നേച്ചറും ആയിരിക്കാം. അങ്ങനെ ആണെങ്കിൽ ആ പെയർ ആരാണോ അയാളുടെ ആ ഒരു ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ പെയറിനെ സംബന്ധിച്ച് അത് ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് വിളിക്കുക. റിസീവറിൻ്റെ ഭാഗത്തുനിന്ന് എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇഫ് എക്സ്പെൻസ് ഈസ് ഓർ റവന്യൂ നേച്ചർ ഫോർ ദ പെയർ ഇറ്റ് വിൽ ബി റവന്യൂ എക്സ്പെൻഡിച്ചർ ഈവൺ ഇഫ് ഇറ്റ് ഈസ് ക്യാപിറ്റൽ റെസീറ്റ് ഫോർ റിസീവർ. അതായത് ആ പെയറിനെ സംബന്ധിച്ച് അത് റവന്യൂ നേച്ചറുള്ള ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അതിപ്പോൾ റിസീവറിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിലും പെയറിനെ സംബന്ധിച്ച് റവന്യൂ നേച്ചർ ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ പെയറിൻ്റെ ഒരു ഇതാണ് നോക്കേണ്ടത്. രണ്ടിലും അങ്ങനെ തന്നെയാണ്. പെയറിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പെയറിനെ സംബന്ധിച്ച് റവന്യൂ നേച്ചർ ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറും ആയിരിക്കും. ഇത്രയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ലോസ് ആൻഡ് റവന്യൂ ലോസ് ആണ്. ക്യാപിറ്റൽ ലോസിൻ്റെ റവന്യൂ ലോസിൻ്റെ മീനിങ് ആ ഒന്നാമത്തെ ഡിഫറൻസിൽ പറയുന്നുണ്ട്. ലോസ് ഡ്യൂ ടു സെയിൽ ഓഫ് അസറ്റ്. ഓക്കെ, അതിൽ പറയുന്ന കാര്യം ഒരു ക്യാപിറ്റൽ അസറ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന നഷ്ടമാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ലോസ് ആണെങ്കിൽ അത് റവന്യൂ ലോസും ആണ്. ഇത് തന്നെയാണ് ക്യാപിറ്റൽ ലോസിൻ്റെയും റവന്യൂ ലോസിൻ്റെയും മീനിങ്. ഫിക്സഡ് അസറ്റൊക്കെ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിന് ക്യാപിറ്റൽ ലോസ് എന്നും, അതുപോലെ സ്റ്റോക്ക് ഇൻ ട്രേഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ലോസ് ആണെങ്കിൽ അത് റവന്യൂ ലോസും ആണ്. ഓക്കെ, സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു എംബിസിൽമെൻ്റ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസ് എന്തെങ്കിലും എംബിസിൽമെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലോസ് റവന്യൂ ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എംബിസിൽമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആ ഒരു സ്ഥാപനത്തിൻ്റെ പണം എന്ത് ചെയ്യുന്നു, അപഹരിക്കുന്നു. അതാണ് എംബിസിൽമെൻറ്റ്. അങ്ങനെ പണം അപഹരിച്ചുണ്ടാവുന്ന നഷ്ടത്തിന് റവന്യൂ ലോസ് ആയിട്ടാണ് കണക്കാക്കുക. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു വിഡ്രോവൽ ഓഫ് മണി ഫ്രം ബാങ്ക്. അതുപോലെ തന്നെ ലോസ് ഡ്യൂ ടു വിഡ്രോവൽ ഓഫ് മണി ഫ്രം ബാങ്കിൽ പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു ബാങ്കിൽ എന്തെങ്കിലും മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മണി എന്ത് ചെയ്യുന്നു, ആ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി വിഡ്രോ ചെയ്യുന്നു, എന്നിട്ട് അത് മിസ്അപ്രോപ്രിയേറ്റ് നടത്തുന്നു ആ ഒരു പണം വിഡ്രോ ചെയ്ത മണി ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ലോസ് ക്യാപിറ്റൽ ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മിസ്അപ്രോപ്രിയേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ആ പണം എടുത്തിട്ട് അതായത് ആ ഒരു ബാങ്കിൽ നിന്ന് ആ പണം എംപ്ലോയി വിഡ്രോ ചെയ്യും. എന്നിട്ട് വിഡ്രോ ചെയ്തിട്ട് എംപ്ലോയി എന്ത് ചെയ്യുന്നു, വേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കാതെ അനാവശ്യമായ കാര്യങ്ങൾക്ക്, അതായത് അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന നഷ്ടമാണ് ക്യാപിറ്റൽ ലോസ്. ഓക്കെ, എംബിസിൽമെൻറ്റിൻ്റെയും ഈ പറയുന്ന മിസ്അപ്രോപ്രിയേഷനും, എംബിസിൽമെൻ്റ് വെച്ചാൽ പണം അങ്ങനെ അപഹരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ആ എംപ്ലോയി ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വിഡ്രോ ചെയ്ത മണിയായിരിക്കാം, പക്ഷേ ആ മണി ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ്. അത് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് അത് വെറുതെ അയാളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അങ്ങനെയുള്ള ലോസിനെ നമുക്ക് ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കാം. സോ നാലാമത്തത് എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കമ്പനി, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ ആ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തുടങ്ങുന്ന ആ ഒരു വ്യക്തി അതിൻ്റെ ഏജൻസീസിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് ആ ഒരു കമ്പനി അയാൾ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടൊക്കെ അയാൾക്ക് നഷ്ടമായി വരും. അങ്ങനെയുള്ള ലോസസിനെ എന്ത് വിളിക്കാം, ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കാം. ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന നഷ്ടത്തിന് ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കാം. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു തെഫ്റ്റ് ബൈ ആൻ എംപ്ലോയി.
ഒരു എംപ്ലോയി മോഷണം നടത്തുകയാണെങ്കിൽ, സ്ഥാപനത്തിൽ മോഷണം നടത്തുകയാണെങ്കിൽ അതിനെ ആയിട്ടാണ് കണക്കാക്കുന്നത്, റവന്യൂ ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ മോഷണത്തിൽ ഓൾറെഡി നേരത്തെ പറഞ്ഞ എംബിസിൽമെൻറ്റും വന്നു, മിസ്അപ്രോപ്രിയേഷനും വന്നു അല്ലേ. ഒരു വിധത്തിൽ എംബിസിൽമെൻറ്റ് പറഞ്ഞാൽ പണം അപഹരിക്കുന്നു, മോഷണം തന്നെയാണ്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് മണി വിഡ്രോ ചെയ്ത് മിസ്അപ്രോപ്രിയേഷൻ നടത്തുകയാണെങ്കിൽ മോഷണം തന്നെയാണ് അല്ലേ. സോ ഒരു എംപ്ലോയി തെഫ്റ്റ് ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ റവന്യൂ ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്.